എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്നലെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ റിസൾട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ എന്താണ്, സ്ക്രൂട്ടിനി എന്താണ്, ഫോട്ടോ കോപ്പി എന്താണ് എന്നുള്ള കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ ആ ഒരു സംശയത്തിനുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് റീവാലുവേഷൻ, എന്താണ് സ്ക്രൂട്ടിനി, എന്താണ് ഫോട്ടോ കോപ്പി, ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 3 കാര്യങ്ങൾക്കും ഈ ഒരു ജൂൺ 4-ാം തീയതി വരെയാണ് നിങ്ങൾ ഏത് സ്കൂളിലാണോ +1 പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് അപേക്ഷ നൽകാൻ സാധിക്കുക. ഫോമും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടും. അപേക്ഷാ ഫീസ് അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ഫോമും ഫില്ല് ചെയ്ത് സ്കൂൾ പ്രിൻസിപ്പാളിന് ഈ ഒരു ജൂൺ 4-ാം തീയതിക്കകമാണ് ഇതിനായിട്ട് അപേക്ഷ നൽകേണ്ടത്. ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം. എന്താണ് റീവാലുവേഷൻ എന്നുള്ളത് നോക്കാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ, അതായത് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുള്ള ആ ഒരു ആൻസർ ഷീറ്റ് വീണ്ടും പുതുതായിട്ട് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും. ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ അത് നിങ്ങളുടെ പേപ്പർ മുഴുവനായിട്ട് വീണ്ടും വാലുവേഷൻ ചെയ്യുന്നതാണ് റീവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് 10% മാർക്ക് കൂടി എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ അടക്കുന്ന പൈസ തിരിച്ച് കിട്ടും. 10% കൂടിയിട്ടില്ലെങ്കിൽ ആ ഒരു മാർക്ക് ഉണ്ടാവും, പക്ഷേ പൈസ തിരികെ റീഫണ്ടായിട്ട് തരില്ല എന്നുള്ളത് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നിങ്ങളുടെ ആൻസർ പേപ്പർ വീണ്ടും പുതുതായിട്ട് ടീച്ചർ ചെക്ക് ചെയ്യുന്നതിനാണ് ഈ റീവാലുവേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റീവാലുവേഷനിൽ 10% മാർക്ക്, 10% എന്ന് പറഞ്ഞാൽ റീവാലുവേഷന് മുമ്പ് നിങ്ങളുടെ TE മാർക്ക് 60-ൽ 30 ആണെന്ന് കരുതുക. 60 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം ഇതിൽ 6 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ, അതായത് 6 മാർക്കോ ഓർ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ തിരിച്ചു കിട്ടും. കാരണം 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൻ്റെ ആ ഒരു 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 60-ൻ്റെ 10% ആയിട്ടുള്ള 6 മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 36 അതിൽ കൂടുതലോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടും. റീവാലുവേഷനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ അതിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 30 ആണെന്ന് കരുതുക. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 8 മാർക്കോ അതിൽ കൂടുതലോ കൂടുകയാണെങ്കിൽ, അതായത് ഈ ഒരു 38 അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ, അതായത് റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ 8 മാർക്ക് കൂടുകയാണെങ്കിൽ ആ ഒരു പൈസ തിരികെ റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അതായത് 60 മാർക്കിൻ്റെ വിഷയത്തിലുള്ള സബ്ജക്റ്റിന് നിങ്ങൾ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 6 മാർക്ക് കൂടിയിരിക്കണം. അതുപോലെ തന്നെ 80 മാർക്കുള്ള വിഷയമാണെങ്കിൽ 8 മാർക്കോ അതിൽ കൂടുതൽ നിങ്ങൾക്ക് റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഈ ഒരു പൈസ 500 രൂപ തിരികെ റീഫണ്ടായിട്ട് കിട്ടുള്ളൂ. അതേസമയം പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും, റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് 30 ആണ് 80 മാർക്കിൻ്റെ വിഷയത്തിൽ, റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 34 കിട്ടിയത്, അങ്ങനെയെങ്കിൽ പൈസ തിരിച്ച് കിട്ടുമോ എന്നുള്ളതാണ്. തിരിച്ച് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതായത് 10% മാർക്ക് കൂടുകയാണെങ്കിലാണ് ഈ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ നിങ്ങളുടെ സ്കൂളിൽ നിന്നും റീഫണ്ടായിട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഉണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു വിഷയം റീവാലുവേഷൻ നൽകിയാൽ മാർക്ക് കൂടും അല്ലെങ്കിൽ ജയിക്കും എന്നൊക്കെ പ്രതീക്ഷയുള്ള സബ്ജക്റ്റുകളുണ്ടെങ്കിൽ റീവാലുവേഷന് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. 10% കൂടുകയാണെങ്കിലാണ് പൈസ തിരിച്ച് കിട്ടുക. 500 രൂപയാണ് ഒരു വിഷയത്തിന് റീവാലുവേഷനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത്. ഫോം സ്കൂളിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ ഫീസ് നിങ്ങൾ അടക്കണം. അപ്പോൾ ആ ഒരു ഫീസും ഫോമും പൂരിപ്പിച്ച് നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു 4-ാം തീയതിക്കകം നൽകേണ്ടത്. ഇനി എന്താണ് ഈ ഒരു സ്ക്രൂട്ടിനി എന്നുള്ളത് പറയാം. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ പരിശോധന എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആൻസർ പേപ്പറിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ടീച്ചേഴ്സ് വാലുവേഷൻ ചെയ്യുന്ന ടൈമിൽ ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ, ചെക്ക് ചെയ്തതിൽ തന്നെ ആൻസർ ഇട്ടത് കൂട്ടുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടോ, അതായത് ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ്. അത് കൂട്ടിയത് തെറ്റിയിട്ടുണ്ടോ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യുന്നതിനാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പൂർണ്ണമായിട്ടും വീണ്ടും പുതുതായിട്ട് ചെക്ക് ചെയ്യുന്നതല്ല. അതുകൊണ്ട് തന്നെ റീവാലുവേഷന് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ നൽകേണ്ട ആവശ്യമില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപ മാത്രമാണ് ഒരു വിഷയത്തിന് ഫീസ് വരുന്നത്. ഇനി ഫോട്ടോ കോപ്പി എന്താണെന്ന് പറയാം. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ എഴുതിയ ആൻസറിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് നിങ്ങൾക്ക് അയച്ചു തരും. അത് സ്കൂൾ വഴിയായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നേരിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ അഡ്രസ്സൊക്കെ നൽകേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ആണ് അത് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ലഭിക്കും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ കൊണ്ട് ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് വാല്യുവേഷൻ ചെയ്യിപ്പിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ റിസൾട്ട് വന്നപ്പോൾ ലഭിച്ച മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് അതായത് ടീച്ചർ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുകയാണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് സ്കൂൾ വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാം. അതായത് നിങ്ങൾക്ക് ഇന്ന മാർക്കുണ്ട്, പക്ഷേ വാല്യുവേഷൻ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിൽ നൽകിക്കഴിഞ്ഞാൽ അത് വീണ്ടും വാല്യുവേഷൻ ചെയ്ത് നിങ്ങൾക്ക് അർഹമായിട്ടുള്ള മാർക്ക് നൽകുന്നതായിരിക്കും. ഇതാണ് ഫോട്ടോ കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീവാലുവേഷൻ ഫോട്ടോ കോപ്പിക്ക് 300 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ള ഫോമുകൾ, അതായത് ഈ ഒരു 3 അപേക്ഷകൾക്കുള്ള ഫോമുകൾ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്നതാണ്. ഈ ഒരു സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫോം ഫില്ല് ചെയ്ത് അപേക്ഷാ ഫീസ്, അതായത് റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 500 രൂപയാണ് ഒരു വിഷയത്തിന്, സൂക്ഷ്മ പരിശോധനയ്ക്ക് ഒരു വിഷയത്തിന് 100 രൂപയാണ്, ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 300 രൂപയാണ്. റീവാലുവേഷൻ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ല. കാരണം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് വീണ്ടും അത് കൂടി നിങ്ങൾ നൽകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എന്താണ് ഈ റീവാലുവേഷൻ, അതുപോലെ റീവാലുവേഷൻ്റെ ഫീസ് 500 രൂപയാണ് ഒരു വിഷയത്തിന് വരിക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ 10% മാർക്ക് കൂടിക്കഴിഞ്ഞാൽ, അതായത് 60-ൽ 6 മാർക്കോ 80-ൽ 8 മാർക്കോ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ കൂടുകയാണ് റിവാലുവേഷന് ശേഷം എങ്കിൽ ആ ഒരു പൈസ റീഫണ്ട് കിട്ടുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ എന്താണ് ഫോട്ടോ കോപ്പി എന്ന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ എന്താണ് സൂക്ഷ്മ പരിശോധന എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂൺ 4-ാം തീയതി ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.